ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ഞാൻ എന്റെ വാട്സപ്പ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? Ten of Pentacles, Two of Pentacles, Two of Cups, Eight of Cups, Six of Swords വന്നിട്ടുണ്ട്. Eight of Swords, Queen of Cups, the Devil card, Ten of Swords, the Emperor, the Tower card and ഒരു കാർഡും കൂടി. എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? The Lovers. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് Six of Cups ആണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് ആണെങ്കിൽ, ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഒരു ബാലൻസ് കൊണ്ടുവരാൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ജഗ്ലിംഗ് ആണ്, റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു ജഗ്ലിംഗിലാണ് നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് ആ കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ്, നിങ്ങൾ ആലോചിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതാണ് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, ഈ ഒരു ബ്രേക്കപ്പ് നോ കോണ്ടാക്റ്റിലൊക്കെ നിൽക്കുന്നവരുടെ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ചിന്റെ സമയമാണ്. പക്ഷെ നിങ്ങളായിട്ട് അതിനെ ഇങ്ങനെ തടഞ്ഞു നിർത്താണ്, ഒരു ബ്ലോക്ക് വരുത്തി നിൽക്കുകയാണ്. ഓക്കെ, എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്ന ബ്ലോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇവിടെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്കൊന്ന് മൂവ് ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനോ ഒന്നും കഴിയുന്നില്ല. നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്, ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ആ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുക, അവർക്ക് അട്രാക്ഷൻ ഉണ്ടാവുന്നത് അപ്പോഴാണ്. അല്ലാതെ നിങ്ങളിപ്പം അവരെ തന്നെ ചിന്തിച്ച് അവരെ ഇങ്ങനെ ചേസ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഒരു ഡെവിൾ എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, ഡെവിൾ നിങ്ങളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് പോലത്തെ, അതായത് നിങ്ങൾ തന്നെ സ്വന്തം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, നിങ്ങളെ ആരും പിടിച്ചു വെച്ചിരിക്കുന്നതല്ല, നിങ്ങളായിട്ട് സ്വന്തം ക്രിയേറ്റ് ചെയ്ത് നിങ്ങളായിട്ട് സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ആ ഒരു എനർജി, ഓവർ തിങ്ക് ചെയ്ത് നിൽക്കുന്ന ആ ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്ക് അതിൽ നിന്നും ഒന്ന് പുറത്തിറങ്ങി വരാവുന്നതാണ്, പക്ഷെ നിങ്ങൾ അതിന് ശ്രമിക്കുന്നില്ല. ഓക്കെ, ഈ ഒരു എനർജി ഫസ്റ്റ് എന്ന് പറയാനുള്ളത്, ഈ ഒരു എനർജി നിങ്ങൾ മാറ്റേണ്ടതാണ്. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങേണ്ടതാണ്, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് തന്നെ, നിങ്ങളുടെ സോളിനെ അറിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ ഒതുങ്ങുമ്പോഴാണ് ഈ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചു പോയിട്ടുള്ള ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ച് അട്രാക്ട് ആയിട്ട് വരിക. അതായത് നിങ്ങൾ ചേസ് ചെയ്തു പോകുന്നവരുടെ എനർജി ഇവിടെ ഒരുപാട് കാണിക്കുന്നുണ്ട്. ആ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, ബ്ലോക്ക് ചെയ്തു പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകാം. എന്നാൽ ഇതിന്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ഇത് ഭയങ്കരമായിട്ടും വേദനിപ്പിക്കുന്നുണ്ടാകും. അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നിങ്ങളെ ഭയങ്കരമായിട്ടും വേദനിപ്പിക്കുന്നുണ്ടാകും. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഇങ്ങനെ പുറകാലെ പോകുമ്പോഴാണ് അവർക്ക് നിങ്ങളെ ഒരു വിലയില്ലാതാവുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ വില നിങ്ങൾ കീപ്പ് ചെയ്യാണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കുക.
ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ പേഴ്സൺ ആയിക്കോട്ടെ ആരാണെങ്കിലും നിങ്ങളെ എതിർത്ത് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് വെച്ച് തള്ളി പറഞ്ഞു പോയിട്ടുള്ള ഏതൊരു വ്യക്തികളാണെങ്കിലും അതിൽ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുമ്പം ആ പേഴ്സൺ നിങ്ങളടുത്ത് ഒന്നും തോന്നില്ല. ഓക്കെ, നിങ്ങൾ അതിൽ നിന്നും ഒന്ന് പുറത്തിറങ്ങി വന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആയി പോകുമ്പോഴാണ് ഈ ഒരു വ്യക്തികൾ ആരാണെങ്കിലും, നിങ്ങളുടെ പേഴ്സൺ ആയിക്കോട്ടെ ഏതൊരു വ്യക്തിയാണെങ്കിലും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ പാസ്റ്റ് കാര്യത്തിൽ ഭയങ്കരമായിട്ട് സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇവര് നിങ്ങളടുത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം ഇത്. മേ ബി നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പോയിട്ടുള്ള ആളുകളായിരിക്കാം. അവരുടെ ഫാമിലിയുടെ കൂടെ അവർ പോയിട്ടുണ്ടാകാം, ഫാമിലി മതി എന്നുള്ള രീതിയിൽ പോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾക്കിത് എക്സ്ട്രാ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതായത് നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, അതിന്റെ ഇടയിൽ എക്സ്ട്രാ വന്നിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. എന്നിട്ടും നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഓക്കെ, നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ഈ പേഴ്സൺ ആയിരിക്കും നിങ്ങളെ ഫോഴ്സ് ചെയ്തിട്ടുണ്ടാകുക. നിങ്ങളായിരിക്കില്ല ഈ പേഴ്സന്റെ അടുത്ത് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവുക, നിങ്ങളായിരിക്കില്ല, ഈ പേഴ്സൺ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് അതേ പേഴ്സൺ തന്നെ ഇപ്പൊ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, മേ ബി അത് അവരുടെ ജോലി സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്ട്രാ റിലേഷൻഷിപ്പ് ആയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ മാരേജ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് എക്സ്ട്രാ റിലേഷൻഷിപ്പ് ആയിട്ട് അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം. അവർ അതിലേക്ക് ഇൻവോൾവ് ആയി പോകുക, എന്നിട്ട് നിങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പെയിൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേദനയാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒന്ന് മൂവ് ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്താനോ എന്നൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ ചിന്തിക്കുന്നുണ്ട്, ഇനി ഈ പേഴ്സൺ വേണ്ട, ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം, ശരിയാകില്ല, ഈ പേഴ്സൺ എനിക്ക് ഒന്നും ചെയ്തു തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെയിൻ മാത്രമാണ് തരുന്നത് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇനി വേണ്ട എന്നുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ മനസ്സ് സ്റ്റെക്കാണ് ഇവിടെ. നിങ്ങളുടെ മനസ്സ് കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിട്ടില്ല. ഓക്കെ, നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ തന്നെ ഓവർ തിങ്ക് ചെയ്ത് വെക്കുന്നതാണ്. നിങ്ങളെ ആരും ഓവർ തിങ്ക് ചെയ്ത് വെപ്പിക്കുന്നതല്ല, നിങ്ങളായിട്ട് തന്നെ സ്വന്തം ചിന്തകൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന ആളുകളെയൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന കാര്യം വളരെ പ്രോപ്പർ ആണ്. ആൻഡ് മാനിഫെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ അടുത്തൊക്കെ പറയാണ്, നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ശരിയാണ്, നിങ്ങൾ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഓക്കെ, ഇപ്പൊ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ട് നിങ്ങൾ ഇതിൽ നിന്നും റിസൾട്ട് ഒന്നും കിട്ടില്ല എന്ന് കരുതി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്ത് പോവുക. കാര്യം നിങ്ങൾക്ക് അതിൽ നിന്നൊരു റിസൾട്ട് കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഫൈനലി വന്നിട്ടുള്ള ഒരു കാർഡ് ഇത് ലവേഴ്സ് കാർഡാണ്. ഈ പേഴ്സൺ എന്തൊക്കെ സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളടുത്ത് നിന്ന് പോയിട്ടുണ്ടെങ്കിലും നിങ്ങളടുത്തോട്ട് തന്നെ തിരിച്ചു വരുന്നതാണ്. ഒരു ടൈമിൽ നിങ്ങളടുത്തോട്ട് തന്നെ തിരിച്ചു വരുന്നതാണ്. 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കാർമിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ടാവുക. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള കാർമിക് റിലേഷൻഷിപ്പ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. സ്നേഹം മാത്രമാണ്. ഒരു സോൾമേറ്റിനെ കണ്ടുമുട്ടി, നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലുള്ള ഒരാളെ കണ്ടുമുട്ടി എന്ന് കരുതിയിട്ട് അതൊരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ് എന്നല്ല അതിനർത്ഥം. അതിൽ ഒരുപാട് സ്ട്രഗിൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതൊക്കെ നിങ്ങൾ തരണം ചെയ്തിട്ട് വേണം പോകണമെങ്കിൽ. ഓക്കെ, ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഹാപ്പി മാത്രമല്ല അവിടെ കിട്ടുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. അതായത് നിങ്ങളിപ്പോ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതിന്റെ ശേഷം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആകുക. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ദുഃഖിച്ച് എന്താണ് വരാത്തത്, എന്താണ് ഇത് വർക്ക് ആവാത്തത് എന്നുള്ള നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സും വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഡിലേ ആയിട്ട് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഇതിൽ നിന്നും, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ടാകും. അതായത് മറ്റുള്ള ആളുകൾ നിങ്ങളടുത്ത് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നല്ലതല്ല, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ മാരേജ് ആയിട്ട് നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയതാണെങ്കിൽ എന്താ പറയാ, നിങ്ങളടുത്ത് നിങ്ങളെ തിരുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ആരെങ്കിലും ഒക്കെ നിങ്ങളെ തിരുത്താൻ വേണ്ടിയിട്ട് ആളുകൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതായത് ആ പേഴ്സണിൽ നിന്നും നിങ്ങളെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്.
നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള തീരുമാനത്തിലാണ് ഉറച്ചു നിൽക്കേണ്ടത്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങൾ നിൽക്കാതിരിക്കുക. അതായത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് ഇത്രയും പെയിൻ ആണ്, ഞാൻ ഈ റിലേഷൻഷിപ്പിൽ ഇതൊക്കെയാണ് അനുഭവിക്കുന്നത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, മൂവ് ഓൺ ചെയ്യണോ? ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ആൻഡ് ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. റിപ്പീറ്റ്ലി നിങ്ങൾ ചോദിക്കുക നിങ്ങളടുത്ത് തന്നെ. മെഡിറ്റേഷൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരെ ഒരുപാട് ഇതിൽ കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ഒരു എന്താ പറയാ ഒരു ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ള ആൻസർ കിട്ടുന്നതാണ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു എനർജി, ഒരു ഡെവിൾ എനർജി നിങ്ങൾ മാറ്റി കൊണ്ടുവരണം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ വിശ്വാസക്കുറവ് കാണുന്നുണ്ട്. അതായത് ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ പോലും നിങ്ങൾ എന്താ പറയാ, നിങ്ങൾക്കറിയാം ആ പേഴ്സൺ ഇപ്പോൾ വേറെ കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നിങ്ങൾക്കൊരു പ്രിയോറിറ്റി ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. സോ നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവരെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. മാറി നിന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ നിങ്ങൾ ഒരു വിശ്വാസം വെക്കുന്നില്ല, ഒരു ട്രസ്റ്റ് വെക്കുന്നില്ല. ഓക്കെ, ഈ ഒരു ട്രസ്റ്റും കൂടെ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതാണ്. അത് മാത്രമല്ല, ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾ തമ്മിൽ. ഓക്കെ, ഇവിടെ 2 കാർഡ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തേണ്ട സമയത്ത് ഇത് എത്തും. ഓക്കെ, പക്ഷെ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ ഈ ഓവർ തിങ്കിങ്, നിങ്ങൾ തന്നെ വിചാരിച്ചിരിക്കുന്ന അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട കാര്യമില്ല. നിങ്ങൾ ചിന്തിക്കേണ്ട സമയത്ത് ചിന്തിക്കുക, അല്ലാത്ത സമയത്ത് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ആകുക. ഇവരിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ഒന്നിലേക്കും കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഇരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ പരസ്പരം ടെലിപ്പതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും ഇവിടെ ചിന്തിക്കുന്നത്. ഓക്കെ, അതായത് ഈ ഒരു പേഴ്സന്റെ കൂടെ ഒരു ഫാമിലി വേണമെന്ന് ചിലരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാകാം. നിങ്ങളിപ്പോൾ ഒരു എക്സ്ട്രാ റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവരെ കൂടെ ഒരു ഫാമിലി വേണം എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. ആ പേഴ്സന്റെ കയ്യിൽ നിന്ന് ഒരു ജെന്യുവൻ ആയിട്ടുള്ള സ്നേഹം നിങ്ങൾക്ക് വേണം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു സ്നേഹം വേണം എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. ഇത് തന്നെയാണ് ആ പേഴ്സണും ആഗ്രഹിക്കുന്നത്. ബിക്കോസ് നിങ്ങൾ ഇവിടെ ടെലിപ്പതിക്കലി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ മിസ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആലോചിക്കുന്ന സമയത്ത് തന്നെ. ഓക്കെ, പക്ഷെ ആ പേഴ്സണെ സംബന്ധിച്ച് ഇപ്പം അവര് പല കാര്യങ്ങളിലേക്കും ഇൻവോൾവ്ഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട്, അത് ഫാമിലിയിലേക്കായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജോലി സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് എന്താണെങ്കിലും അവിടേക്ക് അവർ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങളിലേക്ക് അവർക്ക് വരാൻ സാധിക്കാത്തത്. ഓക്കെ, അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.